അഫ്ഗാൻ വിഷയത്തിലും പലസ്തീൻ വിഷയത്തിലും കേരളത്തിലെ മുസ്ലിം സംഘടനകളും ഇടത് മതേതരമെന്ന് അവകാശപ്പെടുന്ന സംഘടനകളും സ്വീകരിക്കുന്ന ഇരട്ടത്താപ്പ് വിമർശന വിധേയമാകുന്നു. താലിബാൻ തീവ്രവാദികൾ അഫ്ഗാനിസ്ഥാനിലെ മുസ്ലിങ്ങൾ ഉൾപ്പെടെയുള്ള സാധാരണക്കാരെ കൊന്നൊടുക്കുമ്പോൾ നിശബ്ദത പാലിക്കുന്ന ഈ സംഘടനകൾ തീവ്രവാദികൾക്കൊപ്പമാണ് തങ്ങളെന്ന സന്ദേശമാണ് നൽകുന്നതെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. അഫ്ഗാനിസ്ഥാനിലെ അമേരിക്കൻ സേനാ പിന്മാറ്റത്തെ തുടർന്ന് താലിബാൻ തീവ്രവാദികൾ രാജ്യത്ത് പിടിമുറുക്കുകയാണ്. 100-ലേറെ സാധാരണക്കാരെ താലിബാൻ വധിച്ചതായി അഫ്ഗാൻ സർക്കാർ തന്നെ വ്യക്തമാക്കി. 15 വയസ്സിന് മുകളിലുള്ള പെൺകുട്ടികളുടെ ലിസ്റ്റ് തയ്യാറാക്കി അവരെ ബലമായി പിടികൂടി തീവ്രവാദികളുടെ ഭാര്യമാരാക്കാൻ നടപടി ആരംഭിച്ചു കഴിഞ്ഞു. കിരാതമായ താലിബാൻ ഭരണത്തിന്റെ നീക്കങ്ങളാണ് അഫ്ഗാനിസ്ഥാനിൽ നിന്നും പുറത്തുവരുന്നത്. എന്നാൽ ഈ കിരാത നടപടികൾക്കെതിരെ കേരളത്തിലെ മുസ്ലിം സംഘടനകളും ഇടതു മതേതര സംഘടനകളും നിശബ്ദത പാലിക്കുന്നത് ആശങ്ക സൃഷ്ടിക്കുകയാണ്. പാലസ്തീനിൽ ഹമാസ് തീവ്രവാദ സംഘടനയുടെ ആക്രമണത്തെ ഇസ്രായേൽ തിരിച്ചടിച്ചപ്പോൾ പാലസ്തീനിലേക്കാൾ പ്രതിഷേധമുയർന്ന സ്ഥലം കേരളമായിരുന്നു. പാലസ്തീനിലെ കുഞ്ഞുങ്ങളുടെയും സ്ത്രീകളുടെയും ഫോട്ടോകളും പിടിച്ച് പ്രതിഷേധത്തിൽ പങ്കുചേർന്നത് കേരളത്തിലെ നിരവധി സംഘടനകളായിരുന്നു. ഇസ്ലാമിക തീവ്രവാദ സംഘടനയായ ഹമാസിനെതിരെയായിരുന്നു ഇസ്രായേൽ പാലസ്തീനിൽ ആക്രമണം നടത്തിയത്. ഈ ആക്രമണത്തിൽ പ്രതിഷേധിച്ചവർ അഫ്ഗാനിസ്ഥാനിലെ താലിബാൻ ഇസ്ലാമിക തീവ്രവാദികൾ നടത്തുന്ന നരനായാട്ടിൽ നിശബ്ദത പാലിക്കുന്നതാണ് ചോദ്യം ചെയ്യപ്പെടുന്നത്. പലസ്തീനിൽ ഇസ്ലാമിക തീവ്രവാദികൾക്ക് തിരിച്ചടി നേരിടുമ്പോൾ പ്രതിഷേധവും അഫ്ഗാനിസ്ഥാനിൽ ഇസ്ലാമിക തീവ്രവാദികൾ സാധാരണക്കാരെ ആക്രമിച്ച് കൊലപ്പെടുത്തുമ്പോൾ നിശബ്ദതയും പാലിക്കുന്ന സംഘടനകൾ ഇസ്ലാമിക തീവ്രവാദികൾക്ക് വേണ്ടിയാണോ വാദിക്കുന്നതെന്ന ചോദ്യമാണ് സമൂഹമാധ്യമങ്ങളിൽ ഉയരുന്നത്. തൊട്ടടുത്ത് കിടക്കുന്ന അഫ്ഗാനിസ്ഥാനിലെ നരനായാട്ടിൽ നിശബ്ദത പാലിക്കുന്ന സംഘടനകളുടെ ഇരട്ടത്താപ്പ് കേരളത്തിൽ ഇസ്ലാമിക തീവ്രവാദത്തോടുള്ള ചില സംഘടനകളുടെ മൃദു സ്വഭാവത്തെയാണ് കാണിക്കുന്നതെന്നും സമൂഹമാധ്യമങ്ങളിൽ വിമർശനമുയരുന്നു. തീവ്രവാദ സംഘടനകൾക്ക് കേരളം വളക്കൂറുള്ള മണ്ണായി മാറിയതിന്റെ സൂചനകൾ കൂടിയായാണ് ഇതിനെ വിലയിരുത്തപ്പെടുന്നത്. കാശ്മീരിന് പുറകെ കേരളമാണ് താലിബാൻ ലക്ഷ്യമിടുന്നതെന്ന പാക് മാധ്യമപ്രവർത്തകന്റെ വെളിപ്പെടുത്തൽ കൂടിയെത്തിയതോടെ ഈ വിലയിരുത്തൽ ഗൗരവമായി മാറുകയാണ്. അഫ്ഗാനിസ്ഥാനിലേക്ക് കേരളത്തിൽ നിന്നും തീവ്രവാദ പ്രവർത്തനത്തിന് പോയവരുടെ മലയാളി ഭാര്യമാർ ഇപ്പോഴും കാബൂളിലെ ജയിലിലുണ്ടെന്നതും ഈ ആശങ്കയെ ബലപ്പെടുത്തുന്നതായും സമൂഹമാധ്യമങ്ങളിൽ ചൂണ്ടിക്കാണിക്കപ്പെടുന്നു. ന്യൂസ് ഡെസ്ക് ഷെക്കന ന്യൂസ്.